വിഘടനവാദ പരാമർശവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കില്ലെന്ന് വീണ്ടും വെല്ലുവിളി. ഭാഷാ യുദ്ധത്തിന് തമിഴ്നാട് തയ്യാറെന്നും സ്റ്റാലിൻ. അതേസമയം DMK സർക്കാരിന്റെ നിലപാട് ഇരട്ടത്താപ്പം കാപട്യവുമെന്ന് BJP പ്രതികരിച്ചു. தேசிய கல்விக் கொள்கை என்பது சமூக நீதிக்கு வேட்டு வைக்கிற கொள்கை, தமிழுக்கு வேட்டு வைக்கிற கொள்கை, தமிழர்களுக்கு, தமிழ்நாட்டுக்கு, தமிழ் மக்களுக்கெல்லாம் வேட்டு வைக்கிற கொள்கை. நம்ம குழந்தைகளின் எதிர்காலத்துக்கு இது ஆபத்து. இந்த திட்டத்தில் கையெழுத்து போட்டாதான் 2000 கோடி ரூபாய் கிடைக்கும். 10,000 கோடி ரூபாய் பணம் கிடைக்கும் சொன்னாலும் நாங்கள் கையெழுத்து போட மாட்டோம். 2000 கோடி ரூபாய்க்காக பணத்துக்காக இன்னைக்கு நாங்கள் கையெழுத்து போட்டா என்ன ஆகும்? கொஞ்சம் சிந்திச்சு பாருங்க. 2000 ஆண்டுக்கு பின்னோக்கி நம்ம தமிழ் சமுதாயம் போயிடும். அந்த பாவத்தை இந்த முத்துவேல் கருணாநிதி ஸ்டாலின் ஒருபோதும் செய்ய மாட்டான். കൂടുതൽ അരുൺ ആലത്തൂരും ഗൗതം അനന്തനാരായണനും ചേരുകയാണ്. ആദ്യം അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കില്ലെന്നല്ല ഒരു വെല്ലുവിളി തന്നെയാണ്, ഒരു ധാർഷ്ട്യം നിറഞ്ഞ സമീപനം തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തിനുമുണ്ടായത്. അദ്ദേഹം പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സുരേഷ്, തീർത്തും വിഘടനവാദപരമായ നിലപാടുമായിട്ടാണ് DMK ആണെങ്കിലും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ ആണെങ്കിലും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് 3 ഭാഷകൾ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അത് ഹിന്ദി എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഏത് ഭാഷയും ആവാം എന്നും വ്യക്തമാക്കുകയും നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ തമിഴ്നാട്ടിൽ ഒന്നടങ്കം പരത്തി ജനങ്ങൾക്കിടയിൽ തമിഴ് വികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് DMKയും അതുപോലെ തന്നെ സ്റ്റാലിനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ ഹിന്ദിയിലുള്ള എഴുത്തുകളൊക്കെ കറുപ്പ് പെയിന്റ് അടിച്ചുകൊണ്ട് മായ്ക്കുന്ന നടപടികളുമായിട്ട് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും റെയിൽവേ സ്റ്റേഷൻ, ആദ്യം പൊള്ളാച്ചിയിലെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഹിന്ദിയിലെ എഴുത്ത് മായ്ച്ചുകൊണ്ട് ഇവർ രംഗത്ത് വന്നത്. അതിനുശേഷം തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ ബോർഡുകൾ ഈ കറുത്ത പെയിന്റ് ഉപയോഗിച്ച് ഹിന്ദി എഴുത്തുകൾ മായ്ക്കുക, അതുപോലെ തന്നെ ദേശീയവാദിയിലും മറ്റൊക്കെ ഉള്ള ബോർഡുകളിലെ ഹിന്ദി എഴുത്തുകൾ മായ്ക്കുക. ഇത്തരത്തിൽ ഈ ഹിന്ദി വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ തമിഴിനെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഭാഷാവാദവുമായിട്ട് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ നിശിതമായ വിമർശനം DMKക്കെതിരെയും സ്റ്റാലിനെതിരെയും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അണ്ണാമലൈ പറയുന്നത് തമിഴ്നാട്ടിൽ അഴിമതിയും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഒക്കെ ഇങ്ങനെ തുടർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തമിഴ്നാട്ടിലെ സർക്കാരിനെതിരെ വലിയ രീതിയിൽ ജനരോഷമുണ്ട്. ഈ ജനരോഷത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവർ ഈ ഭാഷാവാദവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് BJP പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഇത് ആദ്യമല്ല, ഇതിനു മുമ്പും സമാന രീതിയിൽ തന്നെയാണ് എല്ലായ്പ്പോഴും. അതായത് ഈ സ്റ്റാലിൻ്റെ അച്ഛൻ കരുണാനിധിയുടെ കാലഘട്ടത്തിൽ മുതൽ തന്നെ ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലാവുമ്പോൾ അപ്പോൾ ഒരു ഭാഷാവാദവുമായിട്ട് രംഗത്ത് വരിക എന്നുള്ളത് ഒരു പതിവ് പല്ലവിയാണ് എന്നുള്ളതാണ് BJP പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ ഭാഷാവാദവുമായി ഇവർ രംഗത്ത് വരുമ്പോൾ അതിൽ ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ DMKയുടെ നേതൃത്വത്തിലുള്ള മെട്രിക്കുലേഷൻ, DMK നേതാക്കളുടെയൊക്കെ ഉടമസ്ഥതയിലുള്ള മെട്രിക്കുലേഷൻ സ്കൂളുകളിലാണെങ്കിലും അതല്ലെങ്കിൽ CBSE സ്കൂളുകളിലാണെങ്കിലും ഒക്കെ ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദി മാത്രമല്ല 4, 5, 6 ഭാഷകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. DMK നേതാക്കളുടെ മക്കളെയൊക്കെ ഇത്തരം സ്കൂളിൽ വിട്ട് അവരുടെ വിദ്യാഭ്യാസം അവർ ഉറപ്പാക്കുന്നു, അവരെ നിരവധി ഭാഷകൾ പഠിപ്പിക്കുന്നു. അതേസമയം സാധാരണക്കാരുടെ മക്കൾ ഒരു ഭാഷകൾ, അതായത് തമിഴും ഇംഗ്ലീഷും അല്ലാതെ മറ്റൊരു ഭാഷ പഠിക്കേണ്ട എന്നൊരു നിലപാടാണ് ഇവർക്ക് പൊതുവേ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആരോപണമായിട്ട് ഉയരുന്നത്. മാത്രമല്ല ഇവർ ഈ ഇംഗ്ലീഷ് എന്ന പാശ്ചാത്യ ഭാഷയെ അംഗീകരിക്കുന്നു, അതേസമയം ഭാരതത്തിലെ ഭാഷയായ ഹിന്ദിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഇവരുടെ ഇരട്ടത്താപ്പാണെന്നും BJP പ്രധാനമായിട്ടും വിമർശനമായിട്ട് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ DMK വ്യാപകമായിട്ട് ഹിന്ദി വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഒരു ഭാരതത്തിലെ ഒരു സംസ്ഥാനമല്ല തമിഴ്നാട് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഭാഷാവാദം, തമിഴ് വാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ
വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുകയാണ് DMK ചെയ്യുന്നത്. അതേസമയം തന്നെ അതിനെ ശക്തയുക്തം എതിർക്കുകയാണ് BJP യാതൊരു കാരണവശാലും ഇത് തമിഴ്നാട്ടിലെ പ്രധാന വിഷയങ്ങളുണ്ട്, നിരവധി സർക്കാരിനെതിരെയുള്ള ജനരോഷമുണ്ട്. ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം എന്ന നിലയ്ക്ക് തന്നെയാണ് BJP ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുൻപിൽ ഇത് തുറന്നു കാണിക്കും എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷനായ K. അണ്ണാമലൈ ഈ വിഷയത്തിൽ പറയുന്നത്. യെസ്, അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗൗതം കൂടിച്ചിരിക്കുകയാണ്. ഗൗതം, ഈ ദേശീയ വിദ്യാഭ്യാസ നയം അത് സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേരള സർക്കാർ ആവിഷ്കരിക്കുന്നത്. പക്ഷേ അതിനെ തകിടം മറിക്കുന്ന സമീപനമാണോ DMK സ്വീകരിക്കുന്നത്? ഈ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. BJP ഇതിനകം എന്ത് നിലപാടാണ് വ്യക്തമാക്കി കഴിഞ്ഞത്? KP നേരത്തെ തന്നെ BJP നിലപാട് വ്യക്തമാക്കിയതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 ഭാഷകൾ പ്രധാനമായി, ഒന്ന് മാതൃഭാഷ, അതോടൊപ്പം തന്നെ ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ ഒരുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രാവീണ്യം നൽകണം എന്ന ആശയമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ തമിഴ് ഭാഷ മാത്രം പഠിച്ചാൽ മതി തമിഴ് വിദ്യാർത്ഥികൾ എന്ന തെറ്റിദ്ധാരണ അവിടെ സമൂഹത്തിനിടയിൽ രൂപപ്പെടുത്തുകയും ഒപ്പം അതിതീവ്രമായ ഹിന്ദി വിരോധം ഒരിക്കൽ കൂടി തമിഴ് ജനതയ്ക്ക് ഇടയിൽ കുത്തിവെച്ചുകൊണ്ട് ഒരു ദേശീയതയ്ക്ക് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയാണ് DMK സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ 60കളിലും 70കളിലുമൊക്കെ ഈ കരുണാനിധിയെ പോലുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളും ഇതേ രീതിയിൽ തന്നെ ഒരു ഹിന്ദി വിരുദ്ധമായ പ്രചരണം തമിഴ്നാട്ടിൽ ആളിക്കത്തിക്കുകയും രാജ്യവിരുദ്ധമായ സമീപനത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ഈ കൂട്ടർ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനാൽ കരുണാനിധിയൊക്കെ ഒരു കാലത്ത് പയറ്റിയ അതേ അതിതീവ്ര ദ്രാവിഡ രാഷ്ട്രീയം ഒരിക്കൽ കൂടി പയറ്റാനാണ് ഈ DMK നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സ്റ്റാലിൻ ശ്രമിക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കൃത്യം 1 വർഷം മാത്രമാണ് ശേഷിക്കുന്നത്. അടുത്ത ഏപ്രിലിൽ കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതിനാൽ പ്രാദേശികവാദത്തെയും അതിതീവ്രമായ തമിഴ് വാദത്തെയും ആളിക്കത്തിക്കാനുള്ള ശ്രമം അവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. ഇതിനെ പ്രതിരോധിക്കുകയാണ് BJP. സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റാലിൻ്റെ ഈ ഒരു യുദ്ധപ്രഖ്യാപനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. KP. യെസ്, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ.